നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിമർശനത്തെ വിമർശനമായി കാണാതെ ആക്ഷേപം ചൊരിയുന്നത് ശരിയല്ലെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. ജനാധിപത്യമെന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെന്നും ഇക്കാര്യത്തിൽ അസഹിഷ്ണുത പാടില്ലെന്നും സ്പീക്കർ. തലശ്ശേരിയുടെ രുചിചരിത്രത്തിൽ 1 നൂറ്റാണ്ട് പൂർത്തിയാക്കി മോഡേൺ ഹോട്ടൽ. വെള്ളിയാഴ്ച നടക്കുന്ന 100ാം വാർഷികത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. കതിരൂർ സൂര്യനാരായണ ക്ഷേത്ര നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ചത് തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പിണറായി പന്തക്കപ്പാറയിൽ 6 കോടി ചിലവഴിച്ച് പണിത പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. വിമർശനത്തെ വിമർശനമായി കാണാതെ ആക്ഷേപം ചൊരിയുന്നത് ശരിയല്ലെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലേക്ക് പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കേണ്ടിയിരുന്നു. ജനാധിപത്യമെന്നാൽ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. ഇക്കാര്യത്തിൽ അസഹിഷ്ണുത പാടില്ലെന്നും സ്പീക്കർ പറഞ്ഞു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിലെ കിനാൽ റോഡ് നവീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിന്റെ അന്തസത്ത കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പാലിച്ചില്ലെന്നും സ്പീക്കർ കുറ്റപ്പെടുത്തി. ഒരു സംസ്ഥാനത്ത് വന്ന് ദേശീയപാത ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് അവിടുത്തെ പൊതുമരാമത്ത് മന്ത്രിയെ വിളിക്കുക എന്നുള്ളത് ഒരു ജെന്റിൽനെസ് ആണ്. ആ ജെന്റിൽനെസ് കാണിച്ചില്ല. അത് ഒരു കേന്ദ്ര ഗവൺമെന്റ് യോജിച്ചതല്ല. അത് പ്രധാനമന്ത്രി തീരുമാനിച്ചത് അഭിപ്രായം ഇല്ലെങ്കിൽ അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവിടുത്തെ ആൾക്കാർ. അപ്പൊ ഇത്തരം കുത്തിത്തിരിപ്പുകാർ ഇത് അവസാനിപ്പിക്കണം. ദേശീയപാത ഇടതെന്നോ വലതെന്നോ ബിജെപി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും സഞ്ചരിക്കുന്ന പാതയാണ്. അല്ലാതെ അത് യാഥാർത്ഥ്യമായാൽ ഞങ്ങൾ പറയില്ല ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ആൾക്കാർ മാത്രമേ റോഡ് പോകാൻ പാടുള്ളൂ. പറയില്ല, എല്ലാവരും പോകണം. അവിടെ കാണിക്കേണ്ട ഒരു ജെന്റിൽനെസ് കാണിച്ചില്ല എന്നതാണ് ഇന്നലത്തെ ആക്ഷേപം. അത് ഞങ്ങൾ ഉന്നയിച്ചു. അതിന്റെ മുകളിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പകരം അത് ഗതി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് ആരോഗ്യപരമായ ജനാധിപത്യത്തിന് യോജിച്ചതല്ല എന്നാണ് സൂചിപ്പിക്കാൻ. തീർച്ചയായും ഇവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. അതാണ് ജനാധിപത്യം. എല്ലാവരും ഉൾക്കൊള്ളണം. ജനാധിപത്യത്തിന്റെ അന്തസത്ത എന്നത് എല്ലാവരും ഉൾക്കൊള്ളണം. ഇൻക്ലൂസീവ്നെസ് അതിവിടെ കേന്ദ്ര ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് കാണിച്ചില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാൻ അദ്ദേഹത്തിന് തോന്നാതിരുന്നത്. അത് ശരിയായില്ല എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് KSKTU കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ച് നടത്തി. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KE കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. KSKTU കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ച് നടത്തിയത്. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം CPM പാഞ്ഞൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ഇവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കേരളത്തിനകത്ത് 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 2000 രൂപ വീതം പെൻഷൻ കൊടുക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് പലപ്പോഴും അവർ നൽകുന്ന നാമമാത്രമായ തുക പോലും യഥാസമയം അനുവദിക്കുന്നതിന് വേണ്ടി തയ്യാറാകാത്ത സാഹചര്യമാണ് ഉള്ളത്. കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട 8,47,432 പേരുടെ വിഹിതം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് എല്ലാ മാസവും 20ാം തീയതിക്ക് ശേഷം പെൻഷൻ അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. KSKTU കൂത്തുപറമ്പ് ഏരിയ വൈസ് പ്രസിഡന്റ് P മനോഹരൻ അധ്യക്ഷനായി. M ദാസൻ, NK തങ്കം തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരിയുടെ രുചിചരിത്രത്തിൽ 1 നൂറ്റാണ്ട് പൂർത്തിയാക്കി മോഡേൺ ഹോട്ടൽ. MG റോഡിൽ BEMB ഹൈസ്കൂളിന് മുന്നിലുള്ള മോഡേൺ ഹോട്ടൽ വെള്ളിയാഴ്ച 100ാം വാർഷികം ആഘോഷിക്കും. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. 1926 കുഞ്ഞിക്കണ്ണൻ ബട്ട്ലർ തലശ്ശേരി മോഡേൺ ഹോട്ടൽ ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സായിപ്പിന്റെ അടുക്കളക്കാരനായി ജോലി ചെയ്തിരുന്ന കുഞ്ഞിക്കണ്ണൻ ചെറിയ ടീ ഷോപ്പായാണ് ഹോട്ടൽ ആരംഭിച്ചത്. പിന്നീട് രുചികരമായ ഭക്ഷണത്തിലൂടെ മോഡേൺ ഹോട്ടൽ തലശ്ശേരിയിലെ ജനങ്ങളുടെ പ്രിയ കേന്ദ്രമായി മാറി. കുഞ്ഞിക്കണ്ണൻ ബട്ട്ലറിന്റെ മരണത്തിന് ശേഷം ഭാര്യ ദേവൂട്ടിയാണ് ഹോട്ടൽ നടത്തിപ്പ് ഏറ്റെടുത്തത്. പിന്നീട് എരഞ്ഞോളിയിൽ നിന്നെത്തിയ NK ദാമോദരൻ തൊഴിലാളിയായി എത്തി ഹോട്ടലിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തു. തലശ്ശേരി മാർക്കറ്റിൽ നിന്ന് ഗുണനിലവാരമുള്ള പച്ചക്കറിയും മീനും വാങ്ങി വിഭവങ്ങൾ തയ്യാറാക്കിയത് ഹോട്ടലിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു.
ഊണിനൊപ്പമുള്ള മട്ടൺ ചാപ്സാണ് ഇവിടെ എത്തുന്നവരുടെ പ്രിയ വിഭവം. ദേവൂട്ടിയുടെ മകൾ TK ദമയന്തിയെ വിവാഹം കഴിച്ച ദാമോദരൻ പിന്നീട് ഹോട്ടൽ കെട്ടിടം സ്വന്തമാക്കി വികസിപ്പിച്ചു. 82-ാം വയസ്സുവരെ ഹോട്ടലിലെത്തി ഭക്ഷണം വിളമ്പിയിരുന്ന ദാമോദരൻ 2014-ൽ അന്തരിച്ചു. തുടർന്ന് മക്കളായ മുരളീധരനും പുഷ്പമിത്രനും ഹോട്ടൽ നടത്തിപ്പ് ഏറ്റെടുത്തു. 2021-ൽ പുഷ്പമിത്രൻ മരിച്ചതോടെ മുരളീധരൻ്റെ മകൻ അക്ഷയ് ചുമതലയേറ്റു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ അക്ഷയ് ബംഗളൂരുവിലെ ജോലി ഉപേക്ഷിച്ചാണ് കുടുംബ പൈതൃകമായ ഹോട്ടൽ നടത്തിപ്പിലേക്ക് എത്തിയത്. ഇപ്പോൾ 7 സ്ത്രീകൾ ഉൾപ്പെടെ 35 തൊഴിലാളികളാണ് ഹോട്ടലിൽ ജോലി ചെയ്യുന്നത്. 10 പേർ പാചകക്കാരാണ്. സ്വയം തയ്യാറാക്കുന്ന മസാല ചേരുവകളാണ് മോഡേൺ ഹോട്ടലിൻ്റെ രുചിയുടെ രഹസ്യം. സ്വന്തമായി ഉണ്ടാക്കുന്ന അച്ചാറിനും ആസ്വാദകരേറെ. കഴിഞ്ഞ 22 വർഷമായി മോഡേൺ ഹോട്ടലിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുന്ന അഡ്വക്കേറ്റ് പ്രദീപിൻ്റെ വാക്കുകൾ ഇങ്ങനെ. മോഡേൺ ഹോട്ടൽ 100-ാം വർഷം ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു കഴിഞ്ഞ 22 വർഷത്തോളമായിട്ട് ഇവിടെ സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എനിക്കൊക്കെ ഭക്ഷണം തന്ന പലരും മൺമറഞ്ഞു പോയി. പ്രത്യേകിച്ചും ബാബുവേട്ടൻ്റെ പെട്ടെന്നുള്ള വിയോഗം അത് ഞങ്ങളെയൊക്കെ വളരെയധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പം ഇത് കൊണ്ടുവന്നത് അക്ഷയ് എന്ന് പറഞ്ഞ അത് പിന്നെ ബാബുവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. അതുപോലെ അഫ്നാസ്, ഇവർ രണ്ടുപേരും കൂട്ടായിട്ടാണ് ഇപ്പോൾ ഇത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ഇവിടുത്തെ പ്രത്യേകത, നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് വയറിനെ കുറിച്ചുള്ളൊരു പ്രശ്നങ്ങൾ വരുന്നില്ല. തീർത്തും നമുക്ക് അതിനെപ്പറ്റി മറക്കാൻ എന്നുള്ളതാണ്. അവരത്രയും ഭംഗിയായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, നിർമ്മിക്കുന്നത്, നമുക്ക് തരുകയും ചെയ്യുന്നത്. അത്രയും നീറ്റായിട്ടാണ്, മറ്റു സ്ഥലങ്ങളെ പോലെയല്ല. അതുപോലെ ഇപ്പോൾ വൈകുന്നേരം അക്ഷയിൻ്റെ ഇതിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അക്ഷയ വൈകുന്നേരത്തുള്ള ഫുഡ് അത് വളരെ നല്ല രീതിയിലാണ് അവർ കൊടുക്കുന്നത്. പൂരി, ചിക്കൻ, മറ്റേ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും നന്നായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത്. 100-ാം വാർഷികം ഇവർ ആഘോഷിക്കുന്നു. അതോടൊപ്പം ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇവർ നല്ല രീതിയിൽ കൊണ്ടുപോട്ടെ എന്ന് അക്ഷയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളി അഫ്നാസിനും വളരെയധികം ഹൃദയം നിറഞ്ഞുകൊണ്ട് ഞാൻ ആശംസകൾ തരികയാണ്. ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെ ഊണും വൈകിട്ട് 5 മുതൽ രാത്രി 9:30 വരെ ചായയും പലഹാരങ്ങളും ഇവിടെ ലഭ്യമാണ്. ചെറുപ്പം മുതൽ അച്ചാച്ചനൊപ്പം ഹോട്ടലിൽ വരാറുണ്ടായിരുന്നതുകൊണ്ട് ഈ മേഖലയോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നെന്നും കുടുംബ പൈതൃകം നിലനിർത്താനാണ് എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച് ഹോട്ടൽ നടത്തിപ്പിലേക്ക് വന്നതെന്നും അക്ഷയ് പറഞ്ഞു. ഞാൻ അക്ഷയ്, ലക്ഷറി മോഡേൺ ഹോട്ടലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. 1926-ലാണ് മോഡേൺ ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് 2026 നമ്മൾ 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു യാത്രയിൽ പങ്കെടുത്ത് അത് 100-ലേക്ക് എത്തിച്ചതിൽ വളരെയേറെ സന്തോഷം. അച്ചാച്ചനായിരുന്നു മോഡേൺ ഹോട്ടൽ എന്ന് പറയുമ്പം ദാമോദരനാണ് ഈ ഒരു ബിസിനസ്സും ഈ ഒരു സിസ്റ്റവും ഒക്കെ അപ്ലൈ ചെയ്ത് ഈ കാണുന്ന മോഡേൺ ഹോട്ടൽ ഇപ്പോൾ ഇങ്ങനെ ആക്കി മാറ്റിയത്. അച്ചാച്ചൻ്റെ കൂടെ തന്നെ അച്ഛനും അച്ഛൻ്റെ അനിയനും കൂടെ ഈ ബിസിനസ് രംഗത്തുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു ആ സമയത്ത്. അതിനുശേഷം 2021 അച്ഛൻ്റെ അനിയൻ നമ്മളെല്ലാവരും വിട്ടുപോവുകയുണ്ടായി. അതിനുശേഷം ഹോട്ടൽ ബിസിനസ് കുറച്ച് പ്രതിസന്ധിയിലായിരുന്നു. ആ സമയത്ത് നിന്നായിരുന്നു കോവിഡും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബിസിനസ് കുറച്ച് പ്രതിസന്ധിയിലായ സമയത്ത് ഞാൻ ആ ടൈമിൽ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ എൻജിനീയറിംഗിന് ഞാൻ ഡിഗ്രി എടുത്തു. ഞാൻ ഇവിടെ വർക്ക് ചെയ്യായിരുന്നു ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ. സോ അതിനുശേഷം ഇത് ഒരു പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരികയുണ്ടായി. പതിയെ ഹോട്ടലിൽ വന്ന് തുടങ്ങി. ശേഷം ഒരു പോയിൻ്റ് എത്തിയപ്പം എനിക്ക് ചൂസ് ചെയ്യേണ്ട വന്നു, ഐദർ ദിസ് ഓർ ദാറ്റ്. അപ്പം ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചു. ഞാൻ ഫുള്ളായി ഇപ്പോൾ ഇവിടെ വരികയുണ്ടായി. അങ്ങനെയായിരുന്നു അതങ്ങ് തുടക്കം. പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളായി. ഇപ്പം ഈവനിങ് ടൈമിൽ ഓരോ ഡിഷസ് കൊണ്ടുവന്നു, ഓരോരോ കാര്യങ്ങൾ മാറ്റി ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വളരെയേറെ സന്തോഷമുണ്ട് ഈ 100-ാമത്തെ വർഷം കാരണം. അച്ചാച്ചനോട് പണ്ട് ചെറുപ്പത്തിൽ വന്നൊരു ഇഷ്ടമുണ്ടായിരുന്നു ഈ ഹോട്ടലിനോട് പണ്ട് തൊട്ടേ. അതും ഒരു കാരണമാണ് ഈ ഹോട്ടലിലേക്ക് വരുന്നത്. പിന്നെ അച്ഛൻ്റെ അനിയൻ ഒരുപാട് എൻ്റെ ഒരു മെൻറ്ററായിരുന്നു എൻ്റെ അച്ഛൻ്റെ അനിയൻ. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഒട്ടേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഈ 100 വർഷത്തിലേക്ക് എത്തിക്കിടക്കുന്നത്. തലശ്ശേരിയുടെ രുചിസ്മരണകളിൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന മോഡേൺ ഹോട്ടൽ വെള്ളിയാഴ്ച ആഘോഷങ്ങളോടെ പുതിയ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ആഘോഷത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറും നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരനും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും.
കതിരൂർ സൂര്യനാരായണ ക്ഷേത്ര നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം പൂർത്തിയാക്കിയത്. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കതിരൂർ സൂര്യനാരായണ ക്ഷേത്ര നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഇതിന്റെ ഉദ്ഘാടനമാണ് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചത്. സൂര്യനാരായണ ടെമ്പിൾ നമ്മൾ നവീകരിക്കുന്നുള്ളതാണ്. 10 വർഷം തീരുമ്പം ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് അന്ന് വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി ജനങ്ങളെത്തിക്കുക എന്നുള്ളത് നിങ്ങൾ കൂട്ടായിരുന്നു ആലോചിക്കേണ്ട കാര്യമാണ്. അതെന്താണ് മാർഗം? ഏതായാലും ഇക്കാര്യത്തിൽ ചില പേരുകൾ പറയാതെ പറ്റില്ല. ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരാൾ ധനേഷാണ്. എവിടെ പോയാലും ധനേഷ് അടുത്ത് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിക്കോളണം, അത് സൂര്യനാരായണ ക്ഷേത്രമായിരിക്കും. പിന്നെ ഞാൻ മനസ്സിൽ തന്നെ പറയാം, ഇപ്പം വരും സൂര്യനാരായണ ക്ഷേത്രം. എന്നെ കണ്ടാൽ എപ്പോഴും പറയാം സൂര്യനാരായണ ക്ഷേത്രം. സഖാവേ, അതൊന്ന് പെട്ടെന്ന് KV അങ്ങനെ സ്ഥിരം പറയാറില്ലെങ്കിലും KVയും പറയാറുണ്ട്. പിന്നെ പല മീറ്റിങ്ങുകൾക്കകത്തും പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഞങ്ങളോട് സഹകരിച്ചത് നിങ്ങളുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനലാണ്. ഇവരുടെയൊക്കെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്നിലയിലേക്കെങ്കിലും ഇത് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇതൊരു തുടർച്ചയാണ്. 13-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്നതായി കരുതപ്പെടുന്ന കേരളത്തിലെ പ്രാചീന ആരാധനാലയങ്ങളൊന്നായ സൂര്യനാരായണ ക്ഷേത്രത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അമ്പലത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും സംരക്ഷണ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ഊട്ടുപുര നിർമ്മാണം, കല്ലുപാകൽ, ടോയ്ലറ്റ് ബ്ലോക്ക്, കുളപ്പുര, സരസ്വതി മണ്ഡപം, കുളം നവീകരണം, ഇലക്ട്രിഫിക്കേഷൻ തുടങ്ങിയ പ്രവൃത്തികളാണ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയത്. കിഫ്ബിയിൽ നിന്നും 2,36 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. പൊന്നിത്തങ്കം ലോകശ്രദ്ധ ആകർഷിച്ചതുപോലെ പിൽഗ്രിം ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സൂര്യനാരായണ ക്ഷേത്രം ലോകഭൂപടത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ പറഞ്ഞു. നമുക്കിത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. കതിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലാൻഡ്മാർക്കായി പറയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് സൂര്യനാരായണ ടെമ്പിളാണ്, മറ്റൊന്ന് പൊന്നത്തെ കളരി അക്കാദമിയാണ്. അതിൽ കളരി അക്കാദമി മുമ്പോട്ട് പോയി, ആഗോളതലത്തിലെത്തി പൊന്നത്തങ്കം. ലോകത്തെവിടെയെല്ലാം മലയാളിയുണ്ടോ അവിടെയെല്ലാം പൊന്നത്തങ്കമുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നോക്കിയാൽ ഇപ്പവും വരും പൊന്നത്തങ്കം. വെറുതെ ഒന്ന് ഇങ്ങനെ നീക്കി വയ്ക്കിയാൽ മതി, സ്ക്രോൾ ചെയ്ത് മതി, അപ്പം പൊന്നത്തങ്കത്തെ കളറി പയറ്റി വരും. അതിന് സമാനമായി അതുപോലെ തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തെയും ഒരു ടൂറിസം സ്പോട്ടാക്കി വളർത്തണം. അതിന് ഇനിയും എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മാത്രം പറഞ്ഞ് KIIDC കണ്ണൂർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ NT ഗംഗാധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുജിയ അധ്യക്ഷയായി. ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ PK സൂരജ് സ്വാഗതം പറഞ്ഞു. KIIDC ഡെപ്യൂട്ടി ജനറൽ മാനേജർ NT ഗംഗാധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു മാസ്റ്റർ, കതിരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ, ശ്രീകോവിൽ നവീകരണ കമ്മിറ്റി ചെയർമാൻ CV ധനേഷ്, ജനറൽ കൺവീനർ KC സദാനന്ദൻ, കതിരൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP സനൽ, അഡ്വക്കേറ്റ് സനിൽകുമാർ, K ദിബിൻ, T സത്യലാൽ, സൂര്യനാരായണ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ M മഹേഷ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം തന്ത്രി ഇടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്ര മേൽശാന്തി കുഞ്ഞോളത്തിലത്ത് പ്രകാശൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവരും പങ്കെടുത്തു. പിണറായി പന്തക്കപ്പാറയിൽ 6 കോടി ചിലവഴിച്ച് പണിത പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. വൈകിട്ട് 4-ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്വാഗത സംഘം കൺവീനർ കോങ്കി രവീന്ദ്രനും പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് P ഷേർലിയും പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ ഡിസ്പെൻസറിയായി പ്രവർത്തിച്ചു വരുന്ന ചികിത്സാലയം 30 പേരെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന പഞ്ചകർമ്മ ചികിത്സാ സൗകര്യം ഉൾപ്പെടെയുള്ള ആയുർവേദ ആശുപത്രിയായി മാറുകയാണ്. 6 കോടി രൂപ ചെലവഴിച്ചാണ് ആശുപത്രി നിർമ്മാണം പൂർത്തിയാക്കിയത്. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. നാട്ടുകാരുടെ സഹകരണത്തോടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് സ്വരൂപിച്ചാണ് ആശുപത്രിക്കായി സ്ഥലം ഏറ്റെടുത്തതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 25ഓളം സുമനസ്സുകളാണ് ആ തരത്തിൽ സംഭാവന നൽകിയത്.
21,100 രൂപയാണ് ആ ഇനത്തിൽ അങ്ങനെ പിരിച്ചു കിട്ടിയത്. മറ്റ് ആളുകൾക്ക് ചേർന്നുകൊണ്ട് ഏകദേശം 20 ലക്ഷം രൂപ നാട്ടുകാർ പിരിച്ചെടുത്തുകൊണ്ടാണ് 65 സെന്റോളം വരുന്ന സ്ഥലം അന്ന് വിലക്കെടുത്തത്. തുടർന്ന് സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ 30 ബെഡുള്ള ഒരു ആയുർവേദ ആശുപത്രിയാക്കി ഉയർത്തിക്കൊണ്ടുള്ള സംവിധാനം വരികയും പഞ്ചകർമ്മ ചികിത്സ ഉൾപ്പെടെ നടത്താൻ പാകത്തിൽ സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ മാർച്ച് 14-ാം തീയതി 4 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രിയും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വിശിഷ്ടാതിഥിയായും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഇതോടനുബന്ധിച്ചുള്ള ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റത്തക്ക രീതിയിലാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രത്നാകരൻ, വാർഡ് അംഗം AC റീന, ഡോക്ടർ അരുൺകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കതിരൂർ പുല്ലോട് ചുണങ്ങുവയൽ എരട്ടാങ്കണ്ടി താഴെ നടപ്പാതയുടെ നിർമ്മാണ ഉദ്ഘാടനവും പുല്ലോട്ടുംകാവ് വയോത്ത് താഴെ വയൽ റോഡ് ഉദ്ഘാടനവും നടന്നു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. കതിരൂർ പുല്ലോട് ചുണങ്ങുവയൽ എരട്ടാങ്കണ്ടി താഴെ നടപ്പാതയുടെ നിർമ്മാണോദ്ഘാടനവും പുല്ലോട്ടുകാവ് വയോത്ത് താഴെ വയൽ റോഡ് ഉദ്ഘാടനവും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. എല്ലാ മേഖലയും പൂർണ്ണമായും പരിഹരിച്ചു എന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും ഏതാണ്ട് കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട്. നമ്മൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്താണ്. ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും സംസ്ഥാനം തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങും. വളരെ അഭിമാനത്തോടെ ഇടതുപക്ഷത്തിന് വീണ്ടും ജനങ്ങളെ സമീപിക്കാം. വികസനം ഞങ്ങൾ എന്താണോ ജനങ്ങളോട് പറഞ്ഞത് അത് ഏറെക്കുറെ ജനങ്ങൾക്ക് നടപ്പിലാക്കി കൊടുത്തു എന്ന അഭിമാനബോധത്തോടെയാണ് ഇത്തവണ വീണ്ടും ഇടതുപക്ഷം ജനസമിതി നേടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷം ഇത്തവണ ഇലക്ഷൻ നേരിടുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ 14ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ജനങ്ങൾ കൊടുത്ത വാഗ്ദാനം പൂർണ്ണമായും നിറവേറ്റിയതിന്റെ ഭാഗമായി തലശ്ശേരി ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച വിജയം, ഏറ്റവും മികച്ച ഭൂരിപക്ഷവും കരസ്ഥമാക്കാൻ സാധിച്ചു. കതിരൂർ പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 6 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഉദ്ഘാടനം ചെയ്ത റോഡിൽ പുല്യോട് ശ്രീ കുറുമ്പക്കാവ് തമ്പുരാട്ടിയുടെ കുളിച്ചെഴുന്നള്ളത്ത് ഘോഷയാത്രയാണ് ആദ്യമായി സഞ്ചരിച്ചത്. തമ്പുരാട്ടി തെയ്യത്തിന്റെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നടപ്പാത പൂർത്തിയാക്കുക. 1ാം ഘട്ടം 10 ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയിരുന്നു. റോഡുകളുടെ സംരക്ഷണം പ്രദേശവാസികൾ ഏറ്റെടുക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ആവശ്യപ്പെട്ടു. കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുജിയ ചടങ്ങിൽ അധ്യക്ഷയായി. കതിരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ, വാർഡ് മെമ്പർ ഷാഹിദ, റബ്കോ ചെയർമാൻ കാരായി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. എണ്ണിയാലൊടുങ്ങാത്ത പറഞ്ഞാൽ തീരാത്ത ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കാൻ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനപക്ഷ നിലപാടുകളുടെ വികസന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്രത്തിലൊന്നുമില്ലാത്ത വികസന മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ മുന്നേറ്റത്തിൻ്റെ നല്ല ഗുണഫലങ്ങൾ ഒരുപാടേറെ അനുഭവിക്കാൻ കതിരൂർ പ്രദേശത്തെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. മലബാർ മാജിക് സർക്കിളിന്റെ 21ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി MMC ഫെസ്റ്റ് 2026 അഖിലേന്ത്യാ മായാജാല സമ്മേളനം സംഘടിപ്പിക്കും. മാർച്ച് 15-ന് ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് സമ്മേളനം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MMC ഫെസ്റ്റ് 2026 എന്ന പേരിൽ അഖിലേന്ത്യാ മായാജാല സമ്മേളനം മാർച്ച് 15-ന് മാഹി ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. പ്രശസ്ത സീനിയർ മാന്ത്രികനായിരുന്ന ദാമോദർ L ഭണ്ഡാരിയുടെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 21 വർഷമായി ഈ മലബാർ മാജിക് സർക്കിൾ എന്ന് പറഞ്ഞ സംഘടന രൂപം കൊണ്ടിട്ട് തലശ്ശേരി വെച്ചിട്ടാണ് രൂപം കൊണ്ടത്. 2005 രൂപം കൊണ്ടതാണ്. അത് മലബാർ ഏരിയ, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ഈ 5 ജില്ലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മാന്ത്രികരുടെ കൂട്ടായ്മയാണ്. 2 രക്ഷാധികാരികളും 4 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും 30 മെമ്പേഴ്സ് ഉൾപ്പെടുന്നതാണ് നമ്മുടെ സംഘടനയുടെ ഒരു അംഗം എന്ന് പറയുന്നത്. ഇത് 21 വർഷമായി എല്ലാ വർഷവും ഇതിൻ്റെ കൺവെൻഷനും വാർഷിക പ്രോഗ്രാമും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ 7 വർഷമായിട്ടാണ് നമ്മുടെ മുൻ പാറ്റേൺ
രക്ഷാധികാരി ദാമോദരൻ മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കഴിഞ്ഞ 6 വർഷവും നടത്തിയത്. അവരുടെ പേര് വെച്ചിട്ടാണ് ഈ വർഷവും അതുപോലെ തന്നെ ദാമോദരൻ്റെ പേരിലാണ്. അവരുടെ ഓർമ്മ ദിവസമാണ് മാർച്ച് 15-ാം തീയതി. ആ ദിവസം തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ രാവിലെ മുതൽ 9 മണി മുതൽ മാന്ത്രികർക്ക് വേണ്ടി മാത്രം, അതായത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത മാന്ത്രികർക്ക് വേണ്ടി പുതിയ പഠന ക്ലാസ്സുകളും അതുപോലെ ജൂനിയർ സീനിയർ കോമ്പറ്റീഷൻ മാജിക് മത്സരങ്ങളും നടത്തുന്നതായിരിക്കും. മാന്ത്രികർക്കായി പഠന ക്ലാസുകളും ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മായാജാല മത്സരങ്ങളും നടക്കും. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്തരും പ്രഗത്ഭരുമായ മാന്ത്രികന്മാർ പഠന ക്ലാസുകൾ കൈകാര്യം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. അപ്പോൾ സൗജന്യമായിട്ട് നമ്മൾ തന്നെ പൈസ എടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ ഇപ്പോഴാണ് നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് ആദ്യം 100 വെച്ച് പിന്നീട് 200 വെച്ച് ഇപ്പോൾ 350. കാരണം എന്താ വെച്ചാൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ സൗജന്യം എന്ന് മനസ്സിലാക്കുമ്പോൾ ചിലർക്ക് മിസ്സായി. അപ്പോൾ നമ്മളത് ഇതിന് വേണ്ടിയിട്ട് അത് ഓഡിറ്റോറിയം സീറ്റ് ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്യാം. പക്ഷെ ആ പരിപാടി ദിവസം വന്നില്ലെങ്കിൽ നമുക്ക് പരിപാടിക്ക് ആൾക്കാർ കുറയും. കാരണം നമുക്ക് ഇത്തിരി ക്ഷണിക്കുന്ന ആൾക്കാരാണല്ലോ വരുന്നത്. അപ്പോൾ അവർ വരാതിരിക്കും, നമുക്ക് ആൾക്കാരെ പങ്കാളിത്തം കുറയുന്നു. പൊതുജനങ്ങൾക്ക് സൗജന്യമായി പ്രവേശനം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ രാജേഷ് ചന്ദ്ര, പ്രദീപ് കേളോത്ത്, MP വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707, 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ.
സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. മട്ടന്നൂരിൽ സ്പോർട്സ് കോംപ്ലക്സും വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലും പണിയുന്നു. പ്രവൃത്തി ഉദ്ഘാടനം MLA KK ശൈലജ നിർവഹിച്ചു. കണ്ണൂർ ജില്ലയുടെ കായിക കുതിപ്പിന് പുതിയ ഊർജം പകർന്നാണ് മട്ടന്നൂർ സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ കിഫ്ബിയിൽ നിന്ന് പണം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ അവരെ പിന്നാലെ പോയി ഇനി മതി വേണ്ടാന്ന് വിചാരിച്ചു പോകും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു DPR ഒക്കെ തയ്യാറാക്കി കൊടുത്താൽ അവരുടെ സാങ്കേതിക വിദഗ്ധന്മാരും ധനകാര്യ വിദഗ്ധന്മാരും എല്ലാം അതിനെ ഇഴകീറി പരിശോധിച്ച് എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടുപിടിച്ചിട്ട് അത് തിരുത്താൻ ആവശ്യപ്പെട്ടു. പണം തരണ്ടെന്ന് വെച്ചിട്ടല്ല. ഇത് ഒരു വ്യവസ്ഥാപിത സ്ഥാപനമാണ്. നാളെ ഓഡിറ്റിനൊക്കെ വിധേയമാകുന്ന ഒരു സ്ഥാപനമാണ്. ആരെങ്കിലും ഒരു പരാതി കടലാസ് എഴുതി കൊടുത്താൽ അതിന് ഒരു തരക്കേടും വരാത്ത വിധം എല്ലാ പേപ്പറും കൃത്യമാക്കിയിട്ട് മാത്രമേ കിഫ്ബി പണം അനുവദിക്കുകയുള്ളൂ. നമ്മൾ നിരന്തരമായിട്ട് എത്രയോ തവണ ബന്ധപ്പെടുമ്പോഴാണ് ഒരു പദ്ധതി കിഫ്ബിയിൽ നിന്ന് അംഗീകരിച്ച് കിട്ടുക. പിന്നെ മറ്റൊരു കാര്യം, സംസ്ഥാനത്തുടനീളം എല്ലാ സ്ഥലത്തു നിന്നും ആയിരക്കണക്കിന് പദ്ധതികളുമായിട്ടാണ് കിഫ്ബിയുടെ അടുത്തേക്ക് ആളുകൾ വരുന്നത്. നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 50,000 കോടി രൂപ കിഫ്ബി വഴിയെടുത്ത് മൂലധന നിക്ഷേപം നടത്തണമെന്നാണ് പ്രഖ്യാപിച്ചത്. സ്കൂൾ കെട്ടിടത്തിനും ആശുപത്രി കെട്ടിടത്തിനും മെക്കാഡം റോഡിനും എല്ലാം കൂടി. അതൊരു വലിയ തുകയാണ് അന്ന്. അത്രയും മൂലധന നിക്ഷേപം കേരളത്തിൽ നടത്തിയാൽ അതിൻ്റെ വലിയ മാറ്റം കേരളത്തിലുണ്ടാവും. വലിയ തോതിലാണ് കേരളം മാറിയത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. അതിൻ്റെ ഒരു വലിയ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കിഫ്ബി തന്നെയാണ്. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N. ഷാജിദ് മാസ്റ്റർ അധ്യക്ഷനായി. കിഫ്ബിയിൽ നിന്നും 19.14 കോടി രൂപ ഉൾപ്പെടെ 24.10 കോടിയുടെ സാമ്പത്തിക അനുമതിയാണ് ഈ പദ്ധതിക്ക് ലഭിച്ചത്. അത്യാധുനിക രീതിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയവും സ്വിമ്മിംഗ് പൂളുമാണ് ഇവിടെ ഒരുങ്ങുന്നത്. 6 ബാഡ്മിന്റൺ കോർട്ടുകൾ, 2 വോളിബോൾ കോർട്ടുകൾ, 1 ബാസ്കറ്റ്ബോൾ കോർട്ട് എന്നിവയും ഉണ്ടാകും. 1500 പേർക്ക് ഒരേ സമയം മത്സരങ്ങൾ വീക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഗാലറി സജ്ജീകരിക്കുന്നത്. നീന്തൽ പരിശീലനത്തിനായി സ്വിമ്മിംഗ് പൂൾ, ഫിൽട്രേഷൻ സംവിധാനം, പമ്പ് റൂം എന്നിവയും സജ്ജമാക്കും. പ്ലേയേഴ്സ് റൂം, ടോയ്ലറ്റ് ബ്ലോക്ക്, ഓഫീസ് റൂം, ഫയർ പ്രൊട്ടക്ഷൻ, ഫ്ലഡ് ലൈറ്റ്, അനുബന്ധ ഇലക്ട്രിക്കൽ ജോലികൾ തുടങ്ങിയവയാണ് സ്പോർട്സ് കോംപ്ലക്സിലെ സൗകര്യങ്ങൾ. 14 കോടിയുടെ രൂപ ചെലവിലാണ് അത്യാധുനിക വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ സമുച്ചയം നിർമ്മിക്കുന്നത്. വെറുമൊരു താമസ സ്ഥലം എന്നതിലുപരി ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇവ വിഭാവനം ചെയ്തിരിക്കുന്നത്. 3 നിലകളിലായി നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യം, ജോലിക്ക് പോകുന്ന അമ്മമാർക്കായി പ്രത്യേക ഡേ കെയർ, ആരോഗ്യ സംരക്ഷണത്തിനായി ഹെൽത്ത് ക്ലബ്ബ്, ഇൻഡോർ ഗെയിംസ്, വായനശാല, വിശാലമായ മെസ് ഹാൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 106 പേർക്ക് താമസിക്കാവുന്ന AC, non-AC റൂമുകളാണ് ഇവിടെ സജ്ജമാക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമായ നിർമ്മാണ ശൈലിയാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത. മട്ടന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ O. പ്രീത, ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സർല, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ മെനിഞ്ചൈറ്റിസ് വാക്സിനേഷൻ ക്യാമ്പുകൾക്ക് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്കുള്ള മെനിഞ്ചൈറ്റിസ് വാക്സിനേഷൻ കുത്തിവയ്പ്പ് ക്യാമ്പാണ് കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചത്. കണ്ണൂർ ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു.
ആ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന സഹോദരി സഹോദരന്മാർക്ക് ആരോഗ്യ പരിപാലന പരീക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വാക്സിനേഷൻ ആ കർമ്മം കൂടി നിർവഹിക്കപ്പെട്ടതായിരിക്കും. ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ലക്ഷക്കണക്കിലല്ല കോടിക്കണക്കിൽ ഹജ്ജ് കർമ്മത്തിന് എത്തിച്ചേരുന്ന ഒരു സംഗമ ഭൂമിയിൽ ആരോഗ്യ പരിപാലനം നിർവഹിക്കുന്നതിന് വാക്സിനേഷൻ മാത്രമല്ല, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ നിറഞ്ഞ അനുഗ്രഹം കൂടി ഉണ്ടായാൽ മാത്രമേ നമുക്ക് വിശുദ്ധമായ ഹജ്ജ് കർമ്മം നടത്തി ഇതുപോലെ തിരിച്ചു വരാൻ കഴിയും. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ മിക്ക ഹജ്ജ് ഹജ്ജിമാർ പോകുന്ന ക്യാമ്പുകളിലും പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പൊതുപ്രവർത്തകനാണ്. അവിടെ എല്ലാം കാണുന്ന നമ്മുടെ സഹോദരിമാർ, ഉമ്മമാർ, അതുപോലെ മറ്റു കാരണവന്മാർ ഉൾപ്പെടെയുള്ള പുരുഷന്മാരും എല്ലാം ആ വിശുദ്ധമായ നാടുകളിൽ പോയി ആ കർമ്മം അനുഷ്ഠാനബോധത്തോട് നിർവഹിച്ച് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹജ്ജ് കമ്മിറ്റി മെമ്പർ OB ജാഫർ അധ്യക്ഷനായി. RCH ഓഫീസർ ഡോക്ടർ അശ്വിൻ, ഡെപ്യൂട്ടി സൂപ്രണ്ട് റഫീൻ സുരേന്ദ്രൻ, RMO ഡോക്ടർ സുമിൻ, HI TB വിജേഷ്, ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ നിസാർ അതിരകം, ഗഫൂർ പൊന്നാട് തുടങ്ങിയവർ സംബന്ധിച്ചു. HIമാരായ ശാന്തമ്മ, ഷീജ, ട്രെയിനർമാരായ മുഷ്താഖ് ദാരിമി, റിയാസ് കക്കാട്, റയീസ് MK, സമീർ അഴീക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിലെ 254 ഹജ്ജാജിമാർക്കാണ് വാക്സിനേഷൻ നൽകിയത്. മാർച്ച് 24-ന് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ കൂത്തുപറമ്പ്, ധർമ്മടം, തലശ്ശേരി മണ്ഡലങ്ങളിൽ നിന്നുള്ള ഹജ്ജാജിമാർക്കും 26-ന് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ തളിപ്പറമ്പ്, ഇരിക്കൂർ മണ്ഡലത്തിലെ ഹജ്ജാജിമാർക്കും 28-ന് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കല്യാശ്ശേരി, പയ്യന്നൂർ മണ്ഡലങ്ങളിലെ ഹജ്ജാജിമാർക്കും 30-ന് ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പേരാവൂർ, മട്ടന്നൂർ മണ്ഡലത്തിലെ ഹജ്ജാജിമാർക്കും വാക്സിനേഷൻ നൽകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. കൂത്തുപറമ്പ് നഗരസഭയുടെ സ്മാർട്ട് കൃഷിഭവൻ ഉദ്ഘാടനം മാർച്ച് 15-ന് കൃഷിമന്ത്രി P. പ്രസാദ് ഓൺലൈനായി നിർവഹിക്കും. ഇതിനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. 15-ന് രാവിലെ 10:30-ന് കൃഷിമന്ത്രി P. പ്രസാദ് ഓൺലൈനായി സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കും. KP മോഹനൻ MLA അധ്യക്ഷനാകും. സംഘാടക സമിതി രൂപീകരണ യോഗം കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ V. ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായ നിലയിലേക്ക് കൊണ്ടുവരാൻ ഇടപെടൽ ഉണ്ടാവണം. അതിന് അങ്ങനെ യുവാക്കളെ ഉൾപ്പെടെ, സ്ത്രീകളെ ഉൾപ്പെടെ നമുക്ക് ഈ മേഖലയിൽ പുതുതായി കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് കാർഷിക മേഖലയിൽ വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുക. അതിനാവശ്യമായ നിലയിലുള്ള ഒരു കൂട്ടായ്മ, പൊതുവായ ഇടപെടൽ നമുക്ക് ആവശ്യമുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനുതകുന്ന നിലയിൽ നമുക്ക് നമ്മുടെ ഈ കൃഷിഭവൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. വൈസ് ചെയർമാൻ MV ശ്രീജ അധ്യക്ഷയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P. ആതിര, കൃഷി ഓഫീസർ ജിജിന, വാർഡ് കൗൺസിലർ ദിദ മണ്ടോടി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ V. ഷിജിത്തിനെ ചെയർമാനായും കൃഷി ഓഫീസർ ജിജിനയെ കൺവീനറുമായുള്ള സംഘാടക സമിതിക്കും രൂപം നൽകി. 2,14 ലക്ഷം രൂപ ചെലവിലാണ് സ്മാർട്ട് കൃഷിഭവൻ ഒരുക്കിയിരിക്കുന്നത്. കൂത്തുപറമ്പ്, പാലാപ്പറമ്പ് ട്രഞ്ചിങ് ഗ്രൗണ്ട് സമീപത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ കിനാൽ റോഡ് നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. രതീഷ് റോഡ് മുതൽ ട്രാൻസ്ഫോമർ റോഡ് വരെയുള്ള ഭാഗമാണ് നവീകരിച്ചത്. കതിരൂർ പഞ്ചായത്ത് 5-ാം വാർഡിലെ കിനാൽ റോഡിന്റെ ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിച്ചു. ഏതൊരു വികസന പ്രവർത്തനത്തിനും ജനകീയ പിന്തുണയില്ലെങ്കിൽ വികസനം നടക്കില്ല. അതുകൊണ്ട് ജനകീയ പിന്തുണയിൽ വികസനം നടപ്പിലാക്കാൻ വലിയ രീതിയിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ഈ പ്രദേശത്തെ ജനങ്ങൾ മുന്നോട്ട് വരണം. എല്ലാം പഞ്ചായത്തിനെ ആശ്രയിച്ചും സർക്കാരിനെ ആശ്രയിച്ചാലും കാര്യം നടക്കില്ല. അപ്പൊ ജനകീയ മൂവ്മെന്റിലൂടെ കൂടി കുറെ വികസനം ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കണം. അതിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന നേതൃത്വം ജനകീയരായ സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, വലിയ അംഗീകാരമുള്ളവർ ഒരുപാട് പേരുള്ള നാടാണിത്. ആ അർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ പങ്ക് നിർവഹിക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ സുരക്ഷ റോഡ് പദ്ധതിയിൽപ്പെടുത്തി 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. സൈഡ് കോൺക്രീറ്റ്, സുരക്ഷാ തൂണുകൾ സ്ഥാപിക്കൽ എന്നിവയും ഇതോടൊപ്പം നടത്തിയിരുന്നു. സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയും ഇതിന്റെ ഭാഗമായി ലക്ഷ്യമിടുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുജയ അധ്യക്ഷയായി. വാർഡ് മെമ്പർ സുമീറ സ്വാഗതം പറഞ്ഞു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധീഷ് നെയ്യൻ, സംഘാടക സമിതി ചെയർമാൻ മുഹമ്മദ് ഫാസിൽ,
മുൻ കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. തലശ്ശേരി താലൂക്ക് ഓഫീസിലെ ജീവനക്കാരൻ അഷ്റഫ് നിസാറിന്റെ മൂന്നാമത്തെ നോവൽ ജാൽവിയ ഷൂക്ക് പ്രകാശനം ചെയ്തു. കവയത്രി ദീപ്ന ദാസ് അണ്ടല്ലൂർ പ്രകാശന കർമ്മം നടത്തി. നിരവധി സഹപ്രവർത്തകരും ജീവനക്കാരും പങ്കെടുത്തു. അഷ്റഫ് നിസാറിന്റെ മൂന്നാമത്തെ നോവലാണ് ജാൽവിയ ഷൂക്ക്. തലശ്ശേരി താലൂക്ക് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സിവിൽ സ്റ്റേഷനിലെ കോൺഫറൻസ് ഹാളിലാണ് പ്രകാശന ചടങ്ങ് ഒരുക്കിയത്. കവയത്രി ദീപ്നദാസ് അണ്ടല്ലൂരിൽ നിന്നും എഴുത്തുകാരനും ഗായകനുമായ അനിൽ വർഗീസ് പുസ്തകം ഏറ്റുവാങ്ങി. തലശ്ശേരി തഹസിൽദാർ ഇ രഞ്ജിത്ത് പ്രകാശന ചടങ്ങിൽ അധ്യക്ഷനായി. വിനിൽകുമാർ പുസ്തക പരിചയം നടത്തി. വിവേക് ബിനീഷ് കുമാർ, കെ ബാബു, മുരളീകൃഷ്ണൻ, താലൂക്ക് സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി അശുജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ബാലസാഹിത്യം, മിറാക്കിൾ വെർഗോന, ശാസ്ത്ര നോവലായ റലാഷെ എന്നിവയാണ് അഷ്റഫ് നിസാറിന്റെ മറ്റ് കൃതികൾ. കൂത്തുപറമ്പ് പ്രവാസി സംഘം മാങ്ങാട്ടിടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി സംഗമവും ഇഫ്താർ വിരുന്നും യുദ്ധവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം മാങ്ങാട്ടിടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി കുടുംബസംഗമവും ഇഫ്താർ വിരുന്നും വിപുലമായി സംഘടിപ്പിച്ചു. യുദ്ധവിരുദ്ധ റാലിയും ഒരുക്കിയിരുന്നു. മെരുവമ്പയിൽ നടന്ന പരിപാടി മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് കെ സന്ധ്യാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഐക്യത്തോടെ മതസാഹോദര്യത്തോടെ കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു കാലം നമുക്ക് വേണം, അല്ലാണ്ട് യുദ്ധമല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ഈ കേരള നാട്ടിൽ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. കാരണം എന്താണ്, നമുക്ക് അതിന് പറ്റിയൊരു സർക്കാർ നമുക്ക് പിന്തുണയുണ്ട്.
ആ സർക്കാർ തരുന്ന പിന്തുണക്ക് അനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള 4 മിഷൻ പ്രവർത്തനങ്ങൾ എല്ലാം നടപ്പിലാക്കുമ്പോൾ തന്നെയും നമ്മുടെ പൊതുവിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും കൃഷിയായാലും ലൈഫ് ഭവന പദ്ധതി പ്രവർത്തനങ്ങളായാലും ഓരോ ദിവസവും ഓരോ നേട്ടങ്ങൾ കൊയ്യാണ്. കെ ഷിഹാബുദ്ദീൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സദാനന്ദൻ, എം പ്രമോദ്, എൻ ചന്ദ്രൻ, കെ ഷിബു, ഒ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂക്കര കാരപ്പോയിൽ ഫൈറ്റേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. പ്രശസ്ത ബാലസാഹിത്യകാരൻ രാജു കാട്ടുപ്പനം ഉദ്ഘാടനം ചെയ്തു. ഇഫ്താർ സ്നേഹവിരുന്ന് പ്രശസ്ത ബാലസാഹിത്യകാരൻ രാജു കാട്ടുപനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയ്ത മനോഹരമായ ഒരു പ്രസംഗമുണ്ട്. ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ അത് കിട്ടും, ഇംഗ്ലീഷിലും ഹിന്ദിയിലും. അതിലൊരു ആശയം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളുടെ കലവറയാണ്, ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും. വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ജാതികൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, അതൊക്കെ നിലനിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രമാണ് ഇന്ത്യ. ഭാഷയുടെ, ആചാരത്തിന്റെ, അനുഷ്ഠാനങ്ങളുടെ ഒക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയൊരു ഏകതയുണ്ട്. ഒരു ചരടിൽ കോർത്ത കുസുമങ്ങൾ പോലെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് അദ്ദേഹം ആ പ്രക്ഷേപണി പ്രസംഗത്തിൽ പറഞ്ഞു. ഒപ്പം തന്നെ ഒരു നല്ലൊരു വാചകം, നാനാത്വത്തിൽ ഏകത്വം എന്ന് മലയാളത്തിൽ പറയും, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രമാണിത്. ആളുകൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ അനുഷ്ഠാനങ്ങൾ ആചരിക്കാനും വസ്ത്രധാരണമായാലും ഭക്ഷണമായാലും അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സംസ്കാരം ഈ രാഷ്ട്രത്തിനുണ്ടായിരുന്നു. പിതാൻ അസംകുനിയിൽ അധ്യക്ഷത വഹിച്ചു. നെടൂർ മുഹമ്മദ്, ഹാഷിം കണ്ണിപ്പൊയിൽ, നാസർ ഇടത്തിൽ, അച്യുതൻ, നാസർ ഫൈസി, ദാസൻ, മുസ്തഫ, ഫിനാസ് അസംകുനി എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ അജീഷ് കാരപ്പൊയിൽ സ്വാഗതവും പുത്തലത്ത് റിയാസ് നന്ദിയും പറഞ്ഞു. വി ഷംസീർ, കെ നൌഷാദ്, കെ ആബിദ്, കെ അലിഭായ്, നൌഷാദ് അസംകുനി, റനീദ് കാരയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജാതിമതഭേദമന്യേ നിരവധി ആളുകൾ സ്നേഹവിരുന്നിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വിമർശനത്തെ വിമർശനമായി കാണാതെ ആക്ഷേപം ചൊരിയുന്നത് ശരിയല്ലെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. ജനാധിപത്യമെന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെന്നും ഇക്കാര്യത്തിൽ അസഹിഷ്ണുത പാടില്ലെന്നും സ്പീക്കർ. തലശ്ശേരിയുടെ രുചിചരിത്രത്തിൽ 1 നൂറ്റാണ്ട് പൂർത്തിയാക്കി മോഡേൺ ഹോട്ടൽ. വെള്ളിയാഴ്ച നടക്കുന്ന 100ാം വാർഷികത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. കതിരൂർ സൂര്യനാരായണ ക്ഷേത്ര നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ചത് തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പിണറായി പന്തക്കപ്പാറയിൽ 6 കോടി ചിലവഴിച്ച് പണിത പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.